ദേശീയ തലത്തിൽ പണിമുടക്കാണ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി നയങ്ങൾക്കെതിരെയുള്ള പണിമുടക്ക്. പക്ഷേ ഈ തൊഴിലാളികൾ തന്നെ അമിത കൂലി ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണല്ലോ നടക്കുന്നത്. ഏരിയ കമ്മിറ്റി അടക്കമുള്ളവർ ഇക്കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. സത്യത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത്, രേണു? മോത്തി, ഞാനതാണ് രാവിലെ തന്നെ സൂചിപ്പിച്ചത്. നമ്മൾ രാവിലെ തന്നെ ഇവിടെ കുടുംബമായി എത്തിയവരൊക്കെ പറയുന്നത് കേട്ടിരുന്നു. ദൂരെ നിന്ന് വന്നവരാണ്. കുറച്ച് ദൂര സ്ഥലത്തേക്ക് പോകാനായിട്ട് ടാക്സി അല്ലെങ്കിൽ ഓട്ടോ അത് മാത്രമാണ് ഇന്നിപ്പോൾ സർവീസ് നടത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി പലരെയും സമീപിക്കുമ്പോഴത്തേക്കും അമിത ചാർജ്, നേരെ ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി തുകയൊക്കെ വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് യാത്രക്കാർ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർക്കൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പോംവഴി കണ്ടെത്താനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇവർ CITU ഭാരവാഹികൾ തന്നെയാണ്. ചേട്ടാ, രാവിലെ മുതൽ ഇവിടെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു അമിത ചാർജ് ഈടാക്കുന്നു, ദൂരേക്ക് പോകാൻ ഇപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടെന്ന്. എന്താണ് ശരിക്കും? അമിത ചാർജ് വാങ്ങിച്ച് ഓട്ടോറിക്ഷ ഓടാൻ നമ്മൾ താമസിക്കില്ല. ഞങ്ങൾ യൂണിയൻ്റെ ആൾക്കാരാണ്, സമരമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന പാർട്ടികളാണ്, ആൾക്കാരാണ്. അമിത ചാർജ് വാങ്ങിച്ച് RCC നിന്നും പോകാനായിട്ട് നമ്മൾ താമസിക്കില്ല. നമ്മൾ ചെറുക്കുക തന്നെ ചെയ്യും. അതിനൊരു മാറ്റമില്ല. ഇപ്പോൾ ഇവിടുന്ന് തമ്പാനൂരിൽ നിന്ന് എയർപോർട്ടിലേക്ക് വരുമ്പോൾ 3000 രൂപയൊക്കെ ചോദിച്ച ആളുകളുണ്ടെന്ന് അറിയുന്നു. നമുക്ക് അറിഞ്ഞൂടാ. നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ചേർക്കും. അതിന് മാറ്റമൊന്നുമില്ല. നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് RCC രോഗികളെയാണ്. RCC രോഗികളെന്ന് പറഞ്ഞാൽ അവർ യൂറിൻ ബാഗ് വരെയൊക്കെ ഇട്ടൊക്കെയാണ് പോകുന്നത്. അവരിൽ നിന്നൊക്കെ ഈ പറഞ്ഞ റേറ്റ് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര വളരെ മോശമായ ഒരു കാര്യമാണ്. അത് കണ്ടാൽ ചേർക്കും, അത് ഉറപ്പായിട്ട് ചേർക്കും. അത്തരത്തിൽ ആണ് മൊത്തി കാര്യങ്ങൾ. ഏതെങ്കിലും തരത്തിൽ ഇതുപോലെ അമിത ചാർജ് ഈടാക്കുന്നവരെ കണ്ടാൽ അത് എതിർക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം നമുക്കറിയാം തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ സമരം. എങ്കിൽ കൂടെ ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു പ്രശ്നം ഇവിടെ ഉന്നയിച്ചിരുന്നു തുടക്കം മുതലേ ആളുകൾ. അപ്പം ഇത്തരത്തിൽ രോഗികളുടെ അടുത്തുനിന്ന് അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് പോകേണ്ട ആൾക്കാരുടെ അടുത്തുനിന്ന് വളരെ വലിയ തോതിലുള്ള ഒരു തുകയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടാൽ എതിർക്കുമെന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത്. അതാണ് മോത്തി നിലവിലെ ഇവിടുത്തെ സാഹചര്യം.